ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മിനി ഷോപ്പിംഗ് വ്ളോഗ് ആയാലോ. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ബസ്സൊക്കെ കയറി നേരെ പോകുന്നത് വിക്ടോറിയയിലേക്കാണ് ഗൈസ്. ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ബസ്സിലിരിക്കുമായിരുന്നു. ഇന്ന് ഇവിടുത്തെ ഒരു പള്ളിയിൽ എന്തോ പെരുന്നാളാണെന്ന് പറഞ്ഞു ഗൈസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമാണ് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നടന്നു. ഡ്രസ്സും കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം തന്നെയാണ് ഗൈസ്. നല്ല അഫോർഡബിൾ ആണ് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ബ്രേസ്ലെറ്റ്സ്, ഹാറ്റ്സ്, ബാഗ്, കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുറേ നേരം അതൊക്കെ കണ്ടു നടന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഗ്രീൻ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ കുറേ ഓർണമെൻറ്റ്സ് കണ്ടു ഗൈസ്. ഇതൊന്നും സ്വർണ്ണമല്ല കേട്ടോ, പക്ഷേ ഇവിടുത്തെ ഓർണമെൻറ്റ്സിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊന്നും കളർ പോവില്ല, കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. കുറച്ച് നേരം അതൊക്കെ ചുറ്റി നടന്ന് കണ്ടു. ഒന്നും മേടിച്ചൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുന്ന വഴിയാണ് ഈ ഫ്ലവേഴ്സ് കണ്ടത്. ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെന്ന്. പിന്നെ തൊട്ട് നോക്കിയപ്പോൾ മനസ്സിലായി ഗൈസ്, ഫ്രഷ് ഫ്ലവേഴ്സ് തന്നെ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എന്ത് രസമായിരുന്നെന്നറിയോ. അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കുറച്ചിങ്ങനെ നടന്നു. ദേ നോക്ക് ഗൈസ്, നമ്മുടെ കപ്പ, നമ്മുടെ നാട്ടിലെ കപ്പ തന്നെ, പക്ഷേ വില മാത്രം നാട്ടിലെ അല്ല. 490 രൂപയാണ് ഗൈസ് ഒരു കിലോന്. പിന്നെ ഇതെന്തോ വെളുത്തുള്ളിയുടെ എന്തോ ഒരു സാധനമാണെന്ന് തോന്നുന്നു ഗൈസ്. ചുമ്മാ പറഞ്ഞതാട്ടോ, അത് എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നോക്കി. ഇഞ്ചിക്ക് ഈ ഒരു കഷ്ണത്തിന് 200 രൂപയാണ് ഗൈസ്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ തക്കാളി തന്നെ. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ട് മാൾട്ടയിൽ വന്നിട്ട് ആദ്യമായി ഒരു മാങ്ങ കണ്ടു ഗൈസ്. അതിൻ്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ പേരറിയാത്ത എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു നോക്കി. അതിലൂടെയൊക്കെ ഓരോന്ന് നോക്കി നടന്ന് ചുറ്റി നടന്ന് കുറേ നേരം കണ്ടു ഗൈസ്. ഇതൊന്നുമല്ല, ഇത്രയും നേരം ഞങ്ങൾ ചുറ്റി നടന്നിട്ട് ആകെ ഈ ഒരു ബിസ്ക്കറ്റ് മാത്രമാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ. താങ്ക് യു.